ആഭ്യന്തര വ- ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിക്കും ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഗണേഷ് കുമാറിനും റോഡ് സേഫ്റ്റി നിയമങ്ങൾ പോലീസിനെ കൊണ്ടും ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ അറിയില്ലെങ്കിൽ രണ്ടുപേരും രാജിവെച്ചു പോവുക. കാരണം പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷിക്കേണ്ട ബാധ്യത കേരള ഗവൺമെന്റിനുണ്ട്, പോലീസ് മേധാവിക്കുണ്ട്, ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥ മേധാവികൾക്കുണ്ട്. ഈ റോഡിൽ നിന്നിട്ട് ബക്കറ്റ് പിരിവ് നടത്തണ പോലെ പോലീസുകാരും ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും ജനങ്ങളിൽ നിന്ന് കാശ് പിഴിഞ്ഞാ പോരാ, അതുപോലെ ക്യാമറകൾ വെച്ചിട്ട് പിഴിഞ്ഞാ പോരാ. ഈ പൊതുജനങ്ങളുടെ ജീവന് സംരക്ഷണം കിട്ടത്തക്ക രീതിയിൽ ഗതാഗത വകുപ്പ് നിയമങ്ങൾ അനുസരിപ്പിക്കേണ്ട ഒരു ബാധ്യത ഗവൺമെന്റിനുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ഋഷിരാജ് സിംഗ് എന്ന ഒരു പോലീസ് മേധാവി ഉണ്ടായിരുന്നു. അദ്ദേഹം ഗതാഗത വകുപ്പിന്റെ ചാർജ് എടുത്തപ്പോൾ ജനങ്ങള് അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നു. അന്ന് ഈ ഹെൽമറ്റ് വെക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോൾ റോഡിൽ നിറയെ പോലീസുകാർ നിന്നിട്ട് ചെക്കിങ് നടത്തിയിട്ട് എല്ലാ ജനങ്ങള് തലയിൽ ഹെൽമെറ്റ് വെച്ചത്. അതുപോലെ നല്ല കഴിവും പ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥന്മാരന് ഓരോ വകുപ്പിലും വെച്ചിട്ട് ആ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യം നൽകണം. ഋഷിരാജ് സിംഗ് ഏത് വകുപ്പിൽ പോയാലും, ജയിൽ വകുപ്പിൽ പോയാലും, ഗതാഗത വകുപ്പിൽ പോയാലും, എവിടെ പോയാലും കൃത്യമായി പണിയെടുക്കുമായിരുന്നു. അദ്ദേഹത്തിന് പോലീസ് മേധാവി പോലും ആക്കാതെ ഏത് സ്ഥാനത്തിരുന്ന് നല്ല വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ അപ്പോ ഈ രാഷ്ട്രീയ നേതാക്കള് അടങ്ങുന്ന മന്ത്രിമാരും മുഖ്യമന്ത്രിമാരൊക്കെ ചവിട്ടി പുറത്തേക്ക് എടുത്തിടും. എന്നിട്ട് ഒന്നും ഒരു കാര്യമില്ലാത്ത ചില വകുപ്പില് കൊണ്ടുപോയിട്ട് അയാള് മേധാവിയാക്കി മാറ്റും. അതുപോലെ ട്രാൻസ്പോർട്ട് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു, ഒരു പോലീസ് മേധാവിയായിരുന്ന ആളേന്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങള് ഈ KSRTC നടപ്പിലാക്കുകയായിരുന്നെങ്കിൽ KSRTC നഷ്ടത്തിൽ നിന്ന് കരകയറുമായിരുന്നു. അദ്ദേഹത്തെ ഈ ഗവൺമെന്റ് ആ തലസ്ഥാനത്ത് നിന്ന് മാറ്റി. എന്തുകൊണ്ട്? ഈ രാഷ്ട്രീയ നേതാക്കളുടെയും യൂണിയൻ നേതാക്കളുടെയും സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് കേരളത്തിലെ രാഷ്ട്രീയക്കാരെ കൊണ്ട് ജനങ്ങൾക്ക് വളരെ ശല്യമായി തുടങ്ങി. കാരണം ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ പറ്റാത്ത ഈ രാഷ്ട്രീയ നേതാക്കള് അവരെ പണി നിർത്തി വീട്ടിൽ നിന്ന് വല്ല ചിരയ്ക്കാൻ നടക്കുക. മനസ്സിലായ? പണി അറിയില്ലെങ്കിൽ പോയി ചിരയ്ക്കാൻ നിൽക്കുക. പിണറായിയെ പോലുള്ള അല്ലെങ്കിൽ പിണറായിയുടെ വകുപ്പിന്റെ കീഴിലുള്ള മന്ത്രിമാരും അവരെ മാത്രം പറഞ്ഞ് കേൾക്കുന്ന കള്ളന്മാരായ ഉദ്യോഗസ്ഥന്മാരും പണി നിർത്തിയിട്ട് വല്ല ചിരയ്ക്കാൻ പോവുക. കാരണം എത്ര ജനങ്ങളാണ്, ഒരു നിരപരാധികളായ ചെറിയ പെൺകുട്ടികൾ 4 എണ്ണാണ് പൊലിഞ്ഞു പോയത്. അതെന്തുകൊണ്ട്? ഇന്നിപ്പോ 4 എണ്ണം പോയി. ഒരു ദിവസം കേരളത്തിലെ റോഡുകളിൽ സംഭവിക്കുന്ന ആക്സിഡന്റുകള് ചെറുതാണോ? കേരളത്തിൽ ഇപ്പൊ ഏറ്റവും നന്നായി തഴച്ചു വളരുന്ന ഒരു വ്യവസായമാണ് ആംബുലൻസ് വ്യവസായം, അതുപോലെ തന്നെ ആശുപത്രി വ്യവസായം. ആശുപത്രികൾ കൂടിയതുകൊണ്ട് ഇവിടെ രോഗങ്ങൾ കുറയുന്നില്ല. ഈ ആംബുലൻസുകാർക്ക് ആശുപത്രികളിൽ കമ്മീഷനാ. അപ്പൊ ഈ കമ്മീഷനും അതുപോലെ ആശുപത്രി വലുതാവാം, ആശുപത്രികളും അതുപോലെ ഈ ആംബുലൻസ് വ്യവസായം വളർത്താൻ വേണ്ടിയിട്ട് ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥരും ആഭ്യന്തര വകുപ്പ് ഉദ്യോഗസ്ഥരും കൂടാതെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഗതാഗത വകുപ്പ് മന്ത്രിയും മറ്റു മന്ത്രിമാരും ഇരിക്കരുത് കേരളത്തിൽ.
അവർക്ക് പണി ഇറങ്ങിപ്പോ ചാവുകാറുകൾ